ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 3 ടയർ കേക്കിൻ്റെ സ്റ്റാക്കിങ്ങും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്ന റെഡ് വെൽവെറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 3 kg. അപ്പോൾ ഈ കേക്കുകളെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസ് ലെയറിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള സ്ട്രോ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു 4-5 പീസ്, ഒരു 6 ആയാലും പ്രശ്നമില്ല, അത്രയും സേഫായിട്ടിരിക്കും. അത് നമ്മൾ ആ കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ സ്ക്വയറും ആ സ്പാച്ചില യൂസ് ചെയ്തിട്ട് പതിയെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ സൈഡ്സിലായിട്ടാണ് ആ സ്ട്രോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മിനിമം ഒരു 2 എണ്ണമെങ്കിലും വെച്ചിരിക്കണം. ഒരുപാട് ദൂരമൊക്കെ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡ്സിലൊക്കെ സ്ട്രോ വയ്ക്കാം. ഇത് അത്യാവശ്യം ദൂരം ട്രാവൽ ചെയ്യേണ്ട കേക്കായിരുന്നു, പക്ഷേ കേക്ക് നല്ല സെറ്റായിട്ടിരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. 2 സ്ട്രോ മാത്രമേ ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മൂന്നാമത്തെ കേക്കും കൂടെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടാണ് നമുക്ക് അടുത്ത സ്ട്രോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു സ്ട്രോ മതിയാവില്ല. ഒരു സ്ട്രോയുടെ ഹാഫ് പോർഷനും കൂടെ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുന്ന കേക്കുകൾ 2 ടയർ ആണെങ്കിലും 3 ടയർ ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതായിരിക്കണം. ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇല്ല, നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് ഈവനിങ് കേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുൻപ് ഫ്രീസറിലോട്ടൊന്ന് മാറ്റണം അത്. അപ്പോൾ നമുക്ക് സൈഡ്സ് ഒന്നും പൊട്ടിപ്പോകാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റാക്കിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാക്കിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേഷൻ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. ഈ സെയിം ഡിസൈൻ മുമ്പ് ഞാനൊരു വെഡ്ഡിങ്ങിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വൈറ്റ് ആൻഡ് റെഡ് കോംബോയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ ആ സെയിം ഡിസൈൻ തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ടാണ് നമ്മളത് വൈറ്റ് ആൻഡ് ബ്ലൂയിൽ ചെയ്യുന്നത്. കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ഗോൾഡൻ പാം ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ടയറിൽ നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുന്നത് ഗോൾഡൻ ഷുഗർ ബോൾസ് ആണ്. കേക്കിൽ നമ്മളിങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡെക്കോർ ബോൾസും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ആവാനായിട്ട് നമ്മൾ ചിലപ്പോൾ സ്ക്യൂറോ അല്ലെങ്കിൽ ചെറിയ കമ്പിയൊക്കെ അതിലിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കസ്റ്റമറിനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സ്ക്യൂറും കമ്പിയുടെ പീസൊക്കെ നമ്മൾ അതിനകത്തുനിന്ന് പുറത്ത് വന്നൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ കസ്റ്റമറിനോടൊന്ന് പറയണം. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസ് ലെയറിലുള്ള കുറച്ച് ഫ്ലവേഴ്സും കൂടെ മാത്രം സെറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫ്ലവേഴ്സിനിടയിലായിട്ട് നമ്മുടെ ജിപ്സം ഫ്ലവർ പോലുള്ള ഒരു തരം ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ ബർത്ത്ഡേ വിഷസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായാലും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.